നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബ്ലെസ്ഡ് ആകുവാൻ, ജോലി, പഠനം, കുടുംബജീവിതം, ബിസിനസ്, എല്ലാ വരുമാന മാർഗങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കൊളോസോസ് ലേഖനം 3:23 ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ചെയ്യുന്നത് എന്തായാണെങ്കിലും, എന്ത് പ്രവൃത്തിയാണെങ്കിലും അത് കർത്താവിന് വേണ്ടി ചെയ്യണം, മനുഷ്യന് വേണ്ടിയല്ല. ഡു ഇറ്റ് അൻടു ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യുക. അപ്പോൾ ഒരു ചായ എടുക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ഇതെൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ചായയാണ്. ഇത് ഞാൻ പഠിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. കണ്ടോ, ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ കാര്യത്തിൽ അനുഭവിക്കുവാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളിൽ ദൈവത്തെ അനുഭവിക്കുവാൻ എങ്ങനെ നമുക്ക് സാധിക്കൂ എന്നുള്ള കാര്യമാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഡു ഇറ്റ് അൻടു ഫോർ ലോർഡ്. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്ന പോലെ ഓരോ കാര്യങ്ങളും ചെയ്യുക. മനുഷ്യനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഒരാൾ ചായ എടുത്ത് കൊടുക്കുമ്പോൾ കുടിക്കുന്ന ആൾക്ക് അത് നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. പക്ഷേ ഇത് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുള്ള ബോധ്യത്തിൽ, ഞാൻ ചായയുടെ കാര്യം ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോ. ചായ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യുക, അത് മാനേജറെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയല്ല. ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ക്ലീനിങ് ജോലിയാണെങ്കിൽ ആ ക്ലീൻ ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ്. ഒരു ഡ്രൈവറാണെങ്കിൽ, ഞാൻ ഒരു ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ഞാൻ ഓടിക്കുന്ന ടാക്സിയിൽ വരുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇത് ഞാൻ കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ബ്ലെസ്സിങ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അത് ഡ്രൈവിംഗ് ആകട്ടെ, ഒരു ഡോക്ടറാകട്ടെ, ഒരു ടെക്നീഷ്യൻ ആകട്ടെ, ഒരു HR-ൻ്റെ മാനേജറാകട്ടെ, ഒരു ടീച്ചറാകട്ടെ, നേഴ്സാകട്ടെ, സയൻറ്റിസ്റ്റ് ആകട്ടെ, ഡസൻറ്റ് മാറ്റർ, എന്തുവാണെങ്കിലും അതെല്ലാം ബ്ലെസ്ഡ് ആകും. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യത്തിനുള്ളിലേക്കും ഈശോയെ കൊണ്ടുവരാനാണ് പുതിയ നിയമം ആവശ്യപ്പെടുന്നത്. പണ്ടൊരു ടാക്സി ഡ്രൈവർ എന്നോട് പറയും, ഈ ഒരു വചനം അദ്ദേഹം സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഇദ്ദേഹത്തിന് വണ്ടിയിൽ വരുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരോടൊക്കെ, തളർന്നിരിക്കുന്നവരോടൊക്കെ ദൈവം ഇദ്ദേഹത്തിലൂടെ മോട്ടിവേഷൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേര് ആത്മഹത്യ എന്നൊക്കെ പുറത്തു വന്നു. ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം, ഓസ്ട്രേലിയയിൽ, അവിടെ അദ്ദേഹം ടാക്സി ഡ്രൈവറായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ വെള്ളക്കാരനായ വ്യക്തിയാണ്, ഡേവിഡ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഡേവിഡ് വണ്ടി വരുന്നവരോടൊക്കെ ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുക, അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുന്ന സമയത്ത് ലളിതമായിട്ട് ദൈവത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ ആൾക്കാർക്ക് മോട്ടിവേഷൻ കിട്ടാൻ തുടങ്ങുന്നു. അവർക്ക് ബ്ലെസ്സിങ്സ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അത് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ വരുമാന മാർഗ്ഗം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ അടുത്തറിയുവാൻ ദൈവം നിങ്ങളുടെ അരികിലേക്ക് അയക്കുന്ന ആൾക്കാർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ എല്ലാ മേഖലകളിലും അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം നിങ്ങളിലൂടെ വ്യാപരിക്കും. ഗലാത്യ ലേഖനം 3:13-14 നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം യേശുക്രിസ്തുവിലൂടെ വിജാതിയരിലേക്കും സകലരിലേക്കും വ്യാപിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിച്ചത്. അപ്പോൾ ആ ബ്ലെസ്സിങ്സ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, കുടുംബത്തിൽ ഇറങ്ങി നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മൾ കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അപ്പോൾ ക്ലീൻ ചെയ്യുക. ഇപ്പോൾ ഒരു നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കസേര ഇടുക, അല്ലെങ്കിൽ പാവിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എല്ലാം കർത്താവിന് വേണ്ടിയാണ്. അതാണ് വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡു ഇറ്റ് അൻടു ഫോർ ദ ലോർഡ്. ഇത് കർത്താവിന് വേണ്ടി എന്ന പോലെ ചെയ്യുമ്പോൾ, നോട്ട് ഫോർ മാൻ, മനുഷ്യന് വേണ്ടിയല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ മഹത്വം കടന്നു വരാനിടയായിത്തീരും. പരസ്പരം പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.